ഓണം. എന്താ ഈ ഓണം എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? ശ്രോണയാണ് ഈ ഓണായത്. കാക്കരയപ്പൻ കാക്കരയപ്പൻ ഇതെല്ലാം അസംബന്ധമായ കഥകളാണ്. ശരിക്കും വാമന അവതാരമാണ് തിരുവോണം. അതിനുശേഷമാണ് ക്രിസ്ത്യൻ സമൂഹം ഈ ഹിന്ദു ആഘോഷങ്ങളിൽ നിന്ന് വിട്ടേക്കാൻ തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പൂക്കളം ഉള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്തെങ്കിലും വെറും സാംസ്കാരിക മാത്രമായ ഒരു കാര്യമാണ് നമ്മൾ കരുതരുത്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം എന്നാണ് ഏറെക്കുറെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷേ കുറച്ചു വർഷങ്ങളായി ഓണം ആഘോഷിക്കുന്നത് തെറ്റാണ് എന്ന് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്നാൽ ഒരു സാംസ്കാരിക ആഘോഷമായി ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഒരു പക്ഷം. പക്ഷേ ഓണത്തിന് പിന്നിൽ ഒരു പൈശാചിക വശം കൂടിയുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഓണം ആഘോഷിക്കാമോ ഇല്ലയോ എന്നതിനെ സംബന്ധിക്കുന്ന ഒരു സംശയമാണ്. ഓണം ആഘോഷിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കാണാതെയോ ഇടയിൽ വെച്ച് നിർത്തിപ്പോകാതെയോ നിങ്ങൾ മുഴുവൻ ക്ഷമയോടെ കാണുമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന പല രഹസ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. I am Noel. It's time to reveal some mysterious things. Welcome to the another chapter of Paradisa. കുട്ടിക്കാലത്ത് സ്കൂൾ തുറന്ന് കേരള പാഠാവലി പുസ്തകത്തിന്റെ ആദ്യ താളുകൾ പഠിച്ചു തുടങ്ങിയപ്പോൾ അവിടെ ഞാൻ ഓണത്തെക്കുറിച്ച് ആദ്യം പഠിച്ച ഒരു ഓണക്കാര്യം എന്ന് പറയുന്നത് ഓണം എന്നത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് എന്നാണ്. കൃത്യമായി നമ്മുടെ തലച്ചോറിൽ ഇൻജെക്ട് ചെയ്ത ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ് എന്ന് നമ്മൾ കേട്ടതും പഠിച്ചതും അറിഞ്ഞതും എല്ലാം തന്നെയും സത്യമായിരുന്നു. ജാതിയും മതവുമില്ലാത്ത മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഘോഷമായി ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം ആയതിനു പിന്നിൽ എന്തെങ്കിലും ചരിത്രമുണ്ടോ? കഴിഞ്ഞ തലമുറ നമ്മൾക്ക് നൽകിയതും നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്നതുമായ ഓണം എന്ന ആഘോഷത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ സ്വഭാവമുണ്ടെന്നോ ഒരു പ്രത്യേക മതത്തെ ഓണവുമായി ബന്ധിപ്പിക്കുവാൻ കഴിയുമെന്നോ ഞാൻ പറഞ്ഞാൽ അത് പൂർണ്ണമായും തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മതപരമല്ലാത്ത മതേതരമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം. പക്ഷേ ശ്രദ്ധിച്ചു വീക്ഷിച്ചാൽ ഒളിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓണം എന്ന ഫെസ്റ്റിവലിനകത്തുണ്ട്. അപ്പോൾ എന്താണ് ആ ഓണത്തിന്റെ ചരിത്രം? ഓണം, അതിൽ തന്നെ ശരികേടുകളുണ്ട്. കാരണം ഓണം എന്ന വാക്ക് രൂപപ്പെട്ടത് തന്നെ ഏകദേശം 1000 വർഷത്തിന് പിറകിലായിരിക്കില്ല. ഓണം എന്ന വാക്ക് രൂപപ്പെട്ടത് ആണം എന്ന വാക്കിൽ നിന്നാണ്. ആണം എന്ന വാക്ക് വന്നതാകട്ടെ ആവണം എന്ന വാക്കിൽ നിന്നും. ആവണം എന്ന വാക്ക് വന്നതാകട്ടെ ശ്രാവണം എന്ന വാക്കിൽ നിന്നും. ശ്രാവണം എന്ന വാക്ക് വന്നതോ ശ്രാവണം എന്ന വാക്കിൽ നിന്നുമാണ്. ശ്രാവണ മാസം. സംസ്കൃതത്തിൽ ശ്രാവണം എന്ന് പറഞ്ഞാൽ അതൊരു മാസത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ചിങ്ങമാസത്തെ ശ്രാവണ മാസം എന്നാണ് സംസ്കൃതത്തിൽ പറഞ്ഞിരുന്നത്. കേരളീയർ ഒന്നടങ്കം ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചിങ്ങമാസത്തിന്റെ തിരുവോണത്തെക്കുറിച്ചും അതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന കുറെ വസ്തുതകളെക്കുറിച്ചും അറിയണമെങ്കിൽ നമ്മൾ ഒരു AD 900 പോകേണ്ടതുണ്ട്. തുടക്കത്തിലെ പറയട്ടെ, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സാരോപദേശ കഥകളും ഐതിഹ്യ കഥകളും ചിലപ്പോൾ ഇവിടെ തച്ചുടക്കപ്പെട്ടേക്കാം. കാരണം ഞാനിവിടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന വഴികളിലൂടെ ഒരിക്കലെങ്കിലും നിങ്ങൾ സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഞാൻ അന്വേഷിച്ചറിഞ്ഞ കുറെ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ അതേപടി വിഴുങ്ങാതെ നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണം കൂടെ നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ കേട്ട സാരോപദേശ കഥകളെല്ലാം സത്യമാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അങ്ങനെ സാരോപദേശ കഥകളെല്ലാം സത്യമാണ് എന്നുണ്ടെങ്കിൽ മടിയൻ മല ചുമക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എത്ര മടിയന്മാർ മല ചുമന്നു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? വാചികാർത്ഥത്തിൽ ഇതെല്ലാം നമ്മൾ മുഖവിലേക്ക് എടുക്കുവാൻ തുടങ്ങിയാൽ അത് എവിടെയും എത്തില്ല. ഉദാഹരണത്തിനായി പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പന തിന്നുന്ന എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും? മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് കേട്ടിട്ടില്ലേ? എന്ന് കരുതി നാളെ മുതൽ പെണ്ണ് കെട്ടാതെ നിൽക്കുന്ന ആണുങ്ങളെല്ലാം ഇത് കേട്ട് നാളെ മുതൽ മണ്ണിൽ ചാരി നിൽക്കാൻ പോയാലോ? ഇതെല്ലാം പഴഞ്ചൊല്ലുകളും സാരോപദേശ കഥകൾ മാത്രവുമാണ്. സാരോപദേശ കഥകളെല്ലാം അത് കഥകൾ മാത്രമായിട്ട് നമ്മൾ മുഖവിലേക്ക് എടുത്താൽ മാത്രമേ അതിൻ്റെ പിന്നിലിരിക്കുന്ന ആശയം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ പുരാണ കഥകളെല്ലാം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അപ്പാടി വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്.
പുരാണ കഥകളെല്ലാം തന്നെയും സത്യമല്ല. അതിനകത്ത് ഒളിച്ചിരിക്കുന്ന വസ്തുതകൾ മാത്രമാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. കാരണം പുരാണ കഥകൾ വേറെ, ചരിത്രം വേറെ. ചരിത്രവും നമുക്ക് അപ്പാടെ വിഴുങ്ങുവാൻ കഴിയില്ല. കാരണം ചരിത്രം ഒരിക്കലും സത്യമാകണമെന്ന് നിർബന്ധമില്ല. ആരൊക്കെയോ എഴുതി ചേർത്തതും നമ്മളെ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ മാത്രമാണ് ചരിത്രത്തിൽ നിന്ന് പോലും നമ്മൾ അറിയുന്നത്. ചരിത്രം ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്ന് നമ്മൾക്കറിയില്ലല്ലോ. വടക്കംപാട്ടിലെ പാണൻ പാടി നടന്നപ്പോൾ നമ്മൾ അറിഞ്ഞത് ചന്തു ചതിയനാണ് എന്നാണ്. എന്നാൽ സിനിമകളിലൂടെ ചന്തു നമ്മളുടെ മുമ്പിൽ എത്തിയപ്പോൾ ചന്തു ചതിക്കാത്തവനും നല്ലവനുമായ ഒരു കഥാപാത്രമായി നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് പുരാണങ്ങളും ചരിത്രവും നമ്മളുടെ മുമ്പിലേക്ക് മറ്റുള്ളവർ എത്തിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങരുത്. ചരിത്രത്തിൽ പുട്ടിന് പീര എന്നോണം അത്ഭുതങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയെടുത്തതാണോ ഐതിഹ്യം എന്നറിയില്ല. എന്നാൽ ചരിത്രം അറിയാത്ത ജനം ഇത് വെള്ളം തൊടാതെ വിഴുങ്ങുകയും തന്റെ പിൻഗാമികൾക്ക് ഇതെല്ലാം പകർന്നു കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായി നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. അത്തരത്തിൽ ഒന്ന് തന്നെയാണോ ഓണം? ദ്രാവിഡ ബുദ്ധ പാരമ്പര്യമുള്ള കേരളത്തിന്റെ 1200 വർഷത്തെ ചരിത്രമാണ് ഓണം എന്ന ഒരു കെട്ടുകഥയിൽ ഇല്ലാതായത്. കേരളം എങ്ങനെയാണ് കേരളമായി മാറിയത് എന്ന് നമ്മൾക്കറിയാമോ? കേരളത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന നമ്മളിൽ പലരെയും സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് പോലും കൃത്യമായി നമ്മൾക്കറിയില്ല. കേരളം എങ്ങനെ കേരളമായി എന്നറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ചേരനാടിനെ കുറിച്ചാണ്. ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്ന ചേരനാട്. ചേരനാട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെട്ടിരുന്ന ഒരു ഭരണ സാമ്രാജ്യ നാടായിരുന്നു ചേരനാട്. ചേര രാജാക്കന്മാരുടെ കാലത്താണ് ചേരനാട് കേരളമായി മാറുന്നത്. കേരളം എങ്ങനെയാണ് കേരളമായി മാറിയത് എന്ന് നമ്മൾക്ക് എത്ര പേർക്കറിയാം? സംസ്കൃതത്തിന്റെ അധിനിവേശത്തിൽ ആര്യന്മാരുടെ വരവോടെയാണ് കേരളം കേരളമായി മാറുന്നത്. BC 300 മുതൽ AD 900 വരെയുള്ള 1200 വർഷത്തെ കേരള ചരിത്രമാണ് ഇവിടെ തിരുത്തപ്പെട്ടത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആര്യന്മാരുടെ കടന്നുവരവിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് കേരളം എന്ന് തന്നെയായിരുന്നു. എന്നാൽ സംസ്കൃതത്തിന്റെ അധിനിവേശത്തോടെ ആര്യന്മാരുടെ കടന്നുവരവോടെ കാര്യങ്ങൾ ഏകദേശം മാറിമറിഞ്ഞു. കേരളം കേരളമായി തിരുത്തപ്പെട്ടു. പലർക്കും ചേര രാജാക്കന്മാരെ കുറിച്ചും ചേരനാടിനെ കുറിച്ചും അറിയുവാൻ സാധിക്കാത്ത വിധം ആ ചരിത്രം നമ്മിൽ നിന്ന് ആരൊക്കെയോ മറച്ചുവെച്ചു. 1200 വർഷത്തെ കേരള ചരിത്രം ശൂന്യതയിൽ നിരാകരിക്കുവാൻ ചേരനാട്ടിൽ നിലനിന്നിരുന്ന ദ്രാവിഡ ബുദ്ധ പാരമ്പര്യങ്ങളെല്ലാം നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പരശുരാമ കഥകൾ പോലും ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഈ അവതാര കഥകളെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ പുരാണങ്ങളിൽ പറയുന്നത് മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനനാണ് കേരളം ഭരിച്ചിരുന്ന മഹാബലിയെ ചവിട്ടി താഴ്ത്തിയതെന്നും 6ാമത്തെ അവതാരമായ പരശുരാമൻ വന്നിട്ടാണ് മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയത് എന്നുമാണ്. പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എങ്കിൽ മഹാബലി അതിനു മുമ്പ് എങ്ങനെയാണ് കേരളം ഭരിച്ചിട്ടുണ്ടാവുക? ഓണത്തിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായ രേഖ നമുക്ക് നൽകുവാനില്ല. എന്നാൽ സംഘകാലത്തെ ഒരു കൃതിയായ മധുരൈ കാഞ്ചി 590ാമത്തെ അടിയിൽ പറയപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ ജന്മദിനമായിട്ട് ഓണം പോലുള്ള ഒരു ആഘോഷം അവിടെ നടന്നിരുന്നു എന്നതാണ്. പക്ഷേ ആ ആഘോഷത്തെ അവർ പറഞ്ഞിരുന്ന പേര് ഇന്ദ്രവിഴ എന്നായിരുന്നു. ഇന്ദ്രവിഴ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ വിജയം. ശ്രാവണ പൗർണമി നാളിലാണ് ഇത് ആഘോഷിക്കപ്പെട്ടിരുന്നത്. ഏതാണ്ട് ഓണം പോലെ ഇതിന്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് സദ്യ തന്നെയായിരുന്നു. ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകത്തിന്റെ അധിപനും ദേവന്മാരുടെ ദേവനും എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതായത് ദേവന്മാരും അസുരന്മാരും എന്ന് പറയുന്ന 2 ഗണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ദേവന്മാരുടെ ദേവനാണ് ഇന്ദ്രൻ. ഭൂമിയിലെ അസുരനായ ഒരു രാജാവ് മാലോകരെ കൂട്ടുപിടിച്ച് തങ്ങളുടെ സ്വർഗത്തെ അവകാശമാക്കും എന്ന് കണ്ടപ്പോൾ ഇന്ദ്രൻ മഹാവിഷ്ണുവിനോട് നടത്തിയ സഹായയാചനയും സ്വർഗം നഷ്ടമാകാതിരിക്കാൻ ഇന്ദ്രൻ നടത്തിയ ചില പരിശ്രമങ്ങളും മഹാവിഷ്ണു തനിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായങ്ങളും അതിനുശേഷം ഇന്ദ്രൻ വിജയിക്കുകയും ചെയ്യുന്നത് കാണിച്ചിട്ടാണ് ഇന്ദ്രവിഴ എന്ന് നമ്മൾ പറയുന്ന ആഘോഷം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മധുരൈ കാഞ്ചി എന്ന് പറയുന്ന ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമ്മുടെ മലയാളത്തിലേക്ക് മാറ്റിയെടുത്താൽ അത് ഓണമായി മാറി. ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നത് പ്രകാരം കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന അസുര രാജാവിനെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി അവതരിച്ച മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ. 5ാമത്തെ അവതാരമായ വാമനൻ കേരളത്തിൽ വന്ന് മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നാണ് നാം കഥകളിലൂടെ എല്ലാം അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വരുന്ന 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. പരശുരാമ അവതാര കാലത്താണ് മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയത് എന്ന് അവതാര കഥകളിൽ പറയപ്പെടുന്നു. അപ്പോൾ 6ാമത്തെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിക്കും മുൻപ് വാമനൻ 5ാമത്തെ അവതാരത്തിലെത്തിയ കേരളം ഏതാണ്? മഹാബലി ഭരിച്ചിരുന്നത് അപ്പോൾ ഏത് കേരളമാണ്? ഇവിടെ ഇപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. എന്നാൽ പിൽക്കാലത്ത് വന്ന ഹൈന്ദവ കവികൾ ഇതിനെല്ലാം ഒരു വ്യാഖ്യാനം നൽകുവാൻ തുടങ്ങി. നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ഇത്തരത്തിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് പരശുരാമൻ കടലിലേക്ക് മഴു എറിഞ്ഞു എന്നാൽ സാധാരണ ഒരു മഴുവെടുത്ത് കടലിലേക്ക് എറിഞ്ഞു എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. പരശുരാമന്റെ മഴുവെന്ന് പറയുന്നത് വേദങ്ങളെന്നാണ് ഇവിടെ അർത്ഥം കൊണ്ട് അവർ പറയുന്നത്. അതായത് മഴുവെന്ന് പറയുന്നത് വേദങ്ങളാണ്. ദ്രാവിഡനും ബുദ്ധനും ഇടചേർന്ന് വസിച്ചിരുന്ന കേരളത്തെ സംസ്കൃതത്തിന്റെ വേദങ്ങൾ കൊണ്ട് വിഭജിച്ച് കേരളമാക്കി
മാറ്റി. അതുകൊണ്ട് തന്നെയാണ് വയലാറിനെ പോലുള്ള ഒരു മഹാകവി പാടിയത് വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ എന്ന്. അതായത് വേദമഴുകൊണ്ട് ദ്രാവിഡ ബുദ്ധ പാരമ്പര്യങ്ങളെല്ലാം വിഭജിക്കുകയായിരുന്നു. പരശുരാമൻ കേരളത്തെ കേരളമായി വിഭജിച്ചത് വേദങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായത് എങ്ങനെയാണ് എന്ന് നമ്മൾക്കറിയാമോ? ക്രിസ്ത്യാനികൾ ഓണാഘോഷം നടത്തിയിരുന്നുവെങ്കിലും 1599 ഉദയംപേരൂർ സുനോദോസിന് ശേഷം ക്രിസ്ത്യാനികൾ ഓണാഘോഷത്തിൽ നിന്നും പിൻവാങ്ങി. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ഹിന്ദുക്കൾ മാത്രമായിരുന്നു ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1961 പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. തൃക്കാക്കരയിൽ വാമന ക്ഷേത്രത്തിൽ അത്തച്ചമയങ്ങളെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ട് സദ്യ ഉൾപ്പെടെയുള്ള കെങ്കേമമായ ഒരു മഹോത്സവമായിട്ടായിരുന്നു ഓണാഘോഷം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അത്തച്ചമയങ്ങളും സദ്യവട്ടങ്ങളും പൂക്കളും കഥകളിയും പുലികളിയും ഉൾപ്പെടെ ഓണം അന്ന് ആഘോഷിക്കപ്പെട്ടിരുന്നത് കൃത്യമായ ഒരു മതപരമായ ആഘോഷമായി തന്നെയായിരുന്നു. എന്നാൽ 1961 പട്ടം താണുപിള്ളയുടെ കാലത്താണ് ഇതൊരു മതപരമല്ലാത്ത ദേശീയ ഉത്സവമായി ഓണത്തെ മാറ്റുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പലതും ഇത്തരത്തിലുള്ള ഒരു വലിയ ആഘോഷം തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ പൊങ്കൽ, ബംഗാളിലാണെന്നുണ്ടെങ്കിൽ ദുർഗാപൂജ എന്ന് പറയും, മഹാരാഷ്ട്രയിലാണെന്നുണ്ടെങ്കിൽ ഗണേശോത്സവം. ഇതിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചാണ് ഓണത്തെ കേരളത്തിന്റെ ഔദ്യോഗിക ആഘോഷമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. പട്ടം താണുപിള്ള സർക്കാർ 1961 ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയത്ത് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഹിന്ദുക്കൾ എല്ലാവരും പറഞ്ഞത് ഇത് ഞങ്ങളുടെ മാത്രം ആഘോഷമാണ് എന്നാണ്. ആ കാലഘട്ടത്തിലെ ഹിന്ദുക്കളുടെ പിന്തുണ എന്ന് പറയുന്നത് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യുവാൻ പറ്റുന്ന ഒരു രീതിയിൽ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ ഒരു ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച ഈ കാര്യം വലിയ ഒരു പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇത് മറ്റു രീതിയിലേക്ക് എങ്ങനെ ജനങ്ങളുടെ പിന്തുണ സ്വീകരിക്കപ്പെടാം എന്ന വിധത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്നത്. പൂർണ്ണമായും മതപരമായ കാര്യങ്ങൾക്ക് അടിപ്പെട്ടുപോയ ഇത്തരമൊരു വസ്തുത എങ്ങനെ ജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാം എന്ന ആശയത്തിൽ നിന്നാണ് സാംസ്കാരിക മാനം കൈവരിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ ജനം സ്വീകരിക്കൂ എന്ന് മനസ്സിലാക്കി സർക്കാർ 1980കളിൽ EMS, K. കരുണാകരൻ പോലുള്ള നേതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം വീണ്ടും നടത്തുവാൻ തീരുമാനിക്കുന്നത്. ഇതിനുവേണ്ടി അവർ കൈക്കൊണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തി. അന്നത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത്തച്ചമയ ഘോഷയാത്രകളെല്ലാം ഇതിലേക്ക് ഉൾപ്പെടുത്തുവാൻ തുടങ്ങി. നമ്മൾ ഇന്ന് കാണുന്ന നെഹ്റു ട്രോഫി വള്ളംകളി പോലും ഓണത്തിന്റെ ഭാഗമാക്കി തീർക്കുവാൻ 1970 മുതൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാംസ്കാരിക മാനം ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് കേരളത്തിന്റെ ഒരു ഉത്സവം എന്നാണ് ഒരു പ്രതീതി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ അന്നത്തെ ഹിന്ദുത്വവാദികൾ ഒരിക്കലും ഇത് സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറാകാതിരുന്ന ഒരു സമയം കൂടി ആയിരുന്നതുകൊണ്ട് സർക്കാരിന്റെ അടുത്ത തലത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിയത് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊരു ചർച്ചയിലാണ്. അങ്ങനെയാണ് പാഠപുസ്തകങ്ങൾ ഇത് ഉൾപ്പെടുത്തുന്നത്. നമ്മളൊക്കെ സ്കൂൾ തലത്തിൽ പഠിച്ച കേരള പാഠാവലി പുസ്തകത്തിൽ കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം 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 എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബുദ്ധിയിൽ ഇത് അവർ നിറയ്ക്കുകയാണ് ചെയ്തത്. ഓണം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ആഘോഷമല്ല എന്ന് പറയുമ്പോൾ അതൊരു സാംസ്കാരിക ഉത്സവത്തിന്റെ മാത്രം ഭാഗമാണ് എന്നുണ്ടെങ്കിൽ മാവേലി എന്ന് പറയുന്ന ക്യാരക്ടർ എവിടെ നിന്നാണ് സാംസ്കാരിക ഉത്സവത്തിലേക്ക് വന്നത്? ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഹൈന്ദവ പുരോഹിതന്റെ വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. നിശ്ചയില്ലാത്തവർ അവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ശ്രോണ എന്നതിന് പറയുക. ശ്രോണയാണ് ഈ ഓണായത്. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്ത. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അരിമാവ് കൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവ് കൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. ഈ വാമനാവതാരം ഉണ്ടായ ദിവസമായതുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ കൊണ്ടാടില്ലേ? നമ്മുടെ നാട്ടിൽ ഗംഭീരമായിട്ട് കൊണ്ടാടണില്ലേ? അതുപോലെ കൊണ്ടാടുന്ന ദിവസമാണ് ആര്? ഈ ഓണം എന്ന്. അത്
20 ദിവസം മുമ്പേ തുടങ്ങും ഭഗവാനെ പ്രാധാന്യം കൊണ്ടേ. അതാണ് ഈ ഭഗവാനെ പൂജ കഴിക്കണതിൻ്റെ പ്രത്യേകത. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ നാട്ടിൽ ഈ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു വിളമ്പണത്. ഇപ്പം നമ്മൾ ഇത്രയൊക്കെ വായിച്ച അർത്ഥമാണ്, പ്രധാനപ്പെട്ട എല്ലാ ശ്ലോകങ്ങളും ചൊല്ലിയിട്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഭഗവാൻ വാമനമൂർത്തി രാജാവിൻ്റെ തലയിൽ കാല് വെച്ചു എന്ന് ആരെങ്കിലും കേട്ടുവോ? ചവിട്ടിയെന്നോ താഴ്ത്തിയെന്നോ കേട്ടുവോ? നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് ധരിച്ച വിഡ്ഢിത്തല്ലേ ഈ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക്. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇതിനകത്തൊരു മതത്തിന്റെ സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം മതത്തിന്റെ സ്വാധീനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഹൈന്ദവ പുരോഹിതൻ തന്നെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആഘോഷത്തിന്റെ, ഹൈന്ദവ മതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ആദ്യകാലങ്ങളിൽ. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരണത്തിൽ ഏർപ്പെടുന്ന 1961 പട്ടം താണുപിള്ള സർക്കാർ ഇതിനെ ഒരു വർണ്ണക്കടലാസിട്ട് പൊതിഞ്ഞിട്ട് പറഞ്ഞു, ഇത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്, എല്ലാവരും ഇത് ആഘോഷിക്കണമെന്ന്. അങ്ങനെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കാര്യം ജനത്തെ വീണ്ടും വീണ്ടും തുടരെ പഠിപ്പിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ അതിനെ ഒരു ദേശീയ ഉത്സവമായി നമ്മൾ മാറ്റി. സത്യത്തിൽ ഇതിന്റെ പിന്നാമ്പുറത്ത് കിടക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഇതൊരു ഹൈന്ദവ ആഘോഷത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല, യാതൊരു മാറ്റവുമില്ല. ശ്രീകൃഷ്ണ ജയന്തി പോലെ തന്നെ ഹൈന്ദവർക്ക് പ്രധാനപ്പെട്ടതാണ് മഹാവിഷ്ണുവിന്റെ വാമനാവതാരമായ തിരുവോണം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഓണാഘോഷത്തിന്റെ പിന്നിൽ ഒരു മതത്തിന് സ്വാധീനമില്ല എന്നുണ്ടെങ്കിൽ തൃക്കാക്കരയിൽ എന്തിനായിരിക്കാം ഇത്ര വലിയൊരു ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടാവുക? ഒരു ഹൈന്ദവ പുരോഹിതന്റെ വാക്കുകൾ തന്നെ വീണ്ടും നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് ഓണാഘോഷത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം? ഹിന്ദു സമൂഹം മറക്കരുത്, ശ്രീമദ് ഭാഗവത പുരാണത്തിലാണ് വാമനമൂർത്തിയെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച് തന്റെ ഭക്തനായ മഹാബലിയെ അനുഗ്രഹിക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് നാം ഓണത്തെ കാണേണ്ടതും ആഘോഷിക്കേണ്ടതും. അതിന്റെ കൂടെ നിങ്ങൾ വടംവലികളും അതുപോലെ തന്നെ പുലികളികളും എല്ലാം ആഘോഷങ്ങളും ആഘോഷിച്ചോളൂ. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം മറക്കരുത്. ഓണസദ്യയും ഓണക്കോടിയും പൂക്കളവും എല്ലാം ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് നാം ആഘോഷിക്കുകയാണെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് മനസ്സിലാവും എന്തിനാണ് നാം ഓണം ആഘോഷിക്കുന്നതെന്ന്. അതായത് ഓണം ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പുലി കളിക്കുകയോ നിങ്ങൾ അത്തപ്പൂക്കളം ഇടുകയോ നിങ്ങൾ വടം വലിക്കുകയോ എന്ത് വേണേലും ചെയ്തോളൂ, പക്ഷേ ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അതായത് മഹാവിഷ്ണു ഓണത്തിന് വാമനായിട്ട് അവതരിച്ചു എന്നുള്ളത്. ആ സത്യം നിങ്ങൾ പോലും അറിയാതെ പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ എല്ലാം ചെയ്യുന്നത്. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഈ അവതാരം എടുത്തു എന്ന് പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് അടുത്ത തലമുറയെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ്. ഓണം എന്ന് പറയുന്ന ഒരു കാർഷിക ഉത്സവമാണ് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓണത്തെ വെറും ഒരു കാർഷിക ഉത്സവമാക്കി, അല്ലെങ്കിൽ അതിനെ വെറും ഒരു സാമൂഹ്യ കലാപരിപാടിയുടെ ഉത്സവമാക്കി, ചടങ്ങാക്കി മാറ്റുന്ന പ്രവണത നാം കണ്ടുവരുന്നുണ്ട്. ഓണം നമ്മളെ സംബന്ധിച്ച് വെറും ഒരു കാർഷിക ഉത്സവം മാത്രമല്ല, ആ രീതിയിലാണ് നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നത്. പിന്നീടുള്ള ഒരു കഥയാണെങ്കിൽ 3 വരങ്ങൾ വാങ്ങിച്ച്, 3 അടി വരം വാങ്ങിച്ച് മഹാബലി എന്ന മഹാശ്രേഷ്ഠനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി, ആ പാതാളത്തിൽ നിന്നും അദ്ദേഹം വർഷം തോറും പ്രജകളെ കാണാൻ വരുന്നതിന്റെ ഉത്സവമായിട്ടാണ് ഈ മഹാബലി ചരിതവും ഓണാഘോഷവും നാം പറഞ്ഞിട്ടത്. ഇതെല്ലാം അസംബന്ധമായ കഥകളാണ്. ഇത് നമ്മുടെ പുരാണങ്ങളിൽ ഇല്ലാത്ത കഥകളാണ്. മഹാബലി ഒരു അസുര ചക്രവർത്തിയായിരുന്നു. അപ്പോൾ പുരാണങ്ങളിലില്ലാത്ത വെറുതെ എവിടെയോ കേട്ട കുറെ കഥകളുടെ കെട്ടുകഥകളുടെ പിന്നിലാണ് ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കിടക്കുന്നതെന്ന് പോലും ഞാൻ പറയുന്നതല്ല. ഇതെല്ലാം ഒരു ഹൈന്ദവ പുരോഹിതൻ തന്നെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാർഷിക ഉത്സവമായിട്ടാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ പോലും അതിന്റെ പിന്നിൽ കിടക്കുന്ന ചില രഹസ്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ആരൊക്കെയോ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയല്ലേ. ഓണം ഒരു വിളവെടുപ്പിന്റെ ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് എന്നതിന്റെ പേരിൽ ഒരു ചരിത്രം കുറേയധികം ആളുകൾ പറയുന്നുണ്ട്. വിളവെടുപ്പിന്റെ ഉത്സവമായ ഓണത്തെ മാറ്റിയത് എങ്ങനെയാണ് എന്ന് ആദ്യം ഒന്ന് പറയാം. കർക്കിടക മാസത്തിലെ കരിമഴയ്ക്ക് ശേഷം ചിങ്ങപ്പുലരി മുതൽ വിളവെടുപ്പ് ആരംഭിക്കുകയായി. പുറം നാട്ടിൽ നിന്ന് കപ്പൽ വഴിയെത്തുന്ന വിദേശീയർ ഇവിടെ വന്നതിന് ശേഷം അവരെ ഈ വിളകൾ സ്വീകരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ചിങ്ങമാസമാണ്, അതായത് ശ്രാവണ മാസം. പക്ഷെ അതിനു മുമ്പ് കൊയ്ത്ത് ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങം 1 എന്ന് പറയുന്ന ദിവസം മലയാള മാസം ആരംഭിക്കുകയാണ്. കർക്കിടകത്തിന്റെ കരിമേഘമെല്ലാം കഴിഞ്ഞ് പഞ്ഞമാസം മാറിയതിന്റെയും സമൃദ്ധിയുടെ കാലം വരികയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിങ്ങം 1 കൈനീട്ടം നൽകി കർഷകരെ തന്റെ വരമ്പിലേക്ക് ഇറക്കി രാജാവ് കൊയ്ത്തിന് അനുവാദം നൽകും. വിളവെല്ലാം കൊയ്തു കൊണ്ടുവന്ന് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ രാജാവ് ഇത് എല്ലാം വിദേശികൾക്ക് കൈമാറും. വിദേശികൾ പകരം കൊടുക്കുന്നത് സ്വർണ്ണ നാണയങ്ങളാണ്. അങ്ങനെ അത് പൊന്നിൻ ചിങ്ങമായി മാറി.
അതിനുശേഷം ഈ പൊന്ന് വിദേശീയരിൽ നിന്ന് സ്വീകരിച്ച രാജാവ് തന്റെ പ്രജകൾക്ക് ആവശ്യത്തിലധികം കാർഷിക ഉൽപ്പന്നങ്ങളും അതുകൂടാതെ ഈ സ്വർണത്തിന്റെ നാണയവും ഒക്കെ കൊടുക്കുന്ന ഈ ആഘോഷത്തെ അവർ വിളിച്ചു പൊന്നോണമെന്ന്. ആദ്യകാലങ്ങളിൽ മേൽജാതിക്കാർ മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ ജന്മദിനമായി ക്ഷേത്രങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഓണത്തിന് പക്ഷേ കീഴ്ജാതികളെ പങ്കുചേർത്തിരുന്നില്ല. എന്നാൽ രാജാവ് കൊടുത്തിരുന്ന ഇത്തരം കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ചേർത്ത് വെച്ചിട്ട് അവരുടേതാകുന്ന ചെറിയ രീതിയിൽ വീടുകളിൽ നല്ല ഭക്ഷണം ഒരുക്കി അവരും ആഘോഷിച്ചു തുടങ്ങി. കച്ചവടത്തിനായി എത്തുന്ന വിദേശീയരെ ആകർഷിക്കുവാൻ പൂക്കൾ കൊണ്ട് അവർ അലങ്കാരം നടത്തി. തങ്ങൾ ചേർത്ത് വെച്ച കുരുമുളകും ഏലവും എല്ലാം വിദേശീയർക്ക് നൽകുന്നതിന് പകരം അവർക്ക് സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചപ്പോൾ അവരും ഏറ്റുപറഞ്ഞു പൊന്നിന്റെ ഓണം പൊന്നോണമെന്ന്. എന്നാൽ ഞാൻ ഈ പറഞ്ഞതിൽ എത്രത്തോളം ശരികളുണ്ട് എന്ന് എനിക്ക് തന്നെ ഉറപ്പിക്കാൻ കഴിയില്ല. ചരിത്രത്തിൽ എവിടെയും നമുക്ക് മഹാബലി എന്ന രാജാവിനെ കാണാനും കഴിയില്ല. എന്നാൽ കാണാനാകുന്നത് പുരാണങ്ങളിൽ മാത്രമാണ്. കാരണം പുരാണങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരുന്നത് ചരിത്രങ്ങളെ മറയ്ക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു. സീറോ മലബാർ ഡോക്ട്രിൻ ഓഫ് കമ്മീഷന്റെ ഓണത്തെക്കുറിച്ചുള്ള ഒരു പഠനം പുറത്തു വന്നിരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ അത് ഓണത്തിന്റെ മതപരമായിട്ടുള്ള ആഘോഷമായിട്ട് ആഘോഷിക്കാതെ ഒരു സാംസ്കാരിക ആഘോഷമായിട്ട് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇതിലൊരു കുടുക്കുണ്ട്. ഓണം എന്ന ഫെസ്റ്റിവലിനകത്ത് ഒളിച്ചു കിടക്കുന്ന പല കാര്യങ്ങളും ഒരു സാധാരണ വിശ്വാസിയെ വഴിതെറ്റിക്കുന്ന, ദൈവസന്നിധിയിൽ കണക്ക് നൽകേണ്ട വിധത്തിലുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഓണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സാംസ്കാരിക ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ഇത്രയും നാൾ ആഘോഷിച്ചതിൽ നിന്ന് എന്ത് വ്യത്യാസം വരുത്തിയാണ് സാംസ്കാരിക ഉത്സവം മാത്രമായി ഓണത്തെ ആഘോഷിക്കേണ്ടത്. ഉദാഹരണത്തിന് അവിടെ മാവേലി വരുന്നുണ്ട്, അത്തപ്പൂക്കളമുണ്ട്, ഓണസദ്യയുണ്ട്, അതുപോലെ പല വസ്തുതകളും അവിടെ വരുന്നുണ്ട്. സത്യത്തിൽ ഓണസദ്യ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ഓണത്തിന് പൂക്കൾ ഇടുന്നത് എന്താണെന്നോ എന്നുള്ളതിന്റെ ഡീറ്റെയിലും ഒന്നുമില്ല. സാംസ്കാരികപരമായിട്ട് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ അനുമാനം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു കുഞ്ഞു സംശയം ചോദിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ചുറ്റുപാടെന്ന് പറയുന്നത് യൂറോപ്പാണ്. യൂറോപ്പിൽ അയർലൻഡിലാണ് ഞാനുള്ളത്. ഈ അയർലൻഡ് ചുറ്റുപാടിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഹാലോവീൻ എന്ന് പറയുന്നത്. 2020-22 കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഹാലോവീൻ എന്ന് പറയുന്ന ആഘോഷം പൂർണ്ണമായും ഒരു പൈശാചിക ആഘോഷമാണ് എന്നാണ്. എന്നാൽ ഇവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഹാലോവീൻ എന്ന് പറയുന്നത് ഓട്ടത്തെ വരവേൽക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സാംസ്കാരിക ആഘോഷമായിട്ട് ഇവിടുത്തെ ജനത്തിന് ഹാലോവീൻ ആഘോഷിക്കുന്നത് തെറ്റില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. ഹാലോവീൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു എന്ന് പുരാണങ്ങളിൽ പറയുന്ന ഓണത്തിന്റെ മുഖ്യ കഥാപാത്രമായ മഹാബലി എന്നത് ഒരു അസുര ദേവനാണ്, അതായത് ഒരു പിശാചാണ്. ഹാലോവീൻ തെറ്റാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞുവെങ്കിൽ പിന്നെ ഓണത്തിന് എങ്ങനെയാണ് സാംസ്കാരിക ആഘോഷമായിട്ട് ആഘോഷിക്കാം എന്ന് പറയാൻ കഴിയുക? അപ്പോൾ ഇവ തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുക? സാംസ്കാരികപരമായിട്ട് ആഘോഷിക്കാം എന്നുള്ളതായിരുന്നുവെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും ഹാലോവിനെ വിലക്ക് പറയില്ലായിരുന്നല്ലോ. ഓണം സാംസ്കാരികപരമായി ആഘോഷിക്കുമ്പോൾ തന്നെയും ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന പല വിപത്തുകളുമുണ്ട്. ആ കുടുക്കിലേക്കാണ് ഒരു സാധാരണ വിശ്വാസി ചെന്നെത്തുന്നത് എന്നുള്ളത് അധികാരപ്പെട്ടവർ പോലും മനസ്സിലാക്കുന്നില്ല. ഓണത്തെ ഒരു മതവുമായി ഇത്രയധികം കൂട്ടിക്കലർത്തേണ്ട ഒരു കാര്യമുണ്ടോ? ഞങ്ങൾ അന്നത്തെ ദിവസം ഒരുമിച്ച് കൂടി കുറച്ച് ഭക്ഷണം കഴിക്കുന്നു, അല്പം ആഘോഷിക്കുന്നു എന്നല്ലാതെ അപ്പുറത്തേക്ക് യാതൊന്നുമില്ല. അതൊരു ഒന്നാം പ്രമാണ ലംഘനമായിട്ട് ഞങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. ഒരുമിച്ച് ചേർന്നിരുന്ന് അല്പം ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? ചെറുതായിട്ടൊക്കെ ആഘോഷിക്കുന്നത് ഇത്ര വലിയ തെറ്റോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ആഘോഷമായിട്ട് തന്നെയാണ് കൂടിക്കിലർന്ന് കിടക്കുന്നത്. ഇനി കേരളത്തിന്റെ തനിമയെ കാണിക്കുന്നതിന് വേണ്ടി ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കേരള പിറവി എന്ന നവംബർ 1-ാം തീയതി എന്തുകൊണ്ട് ഇത്ര വലിയൊരു ഫെസ്റ്റിവലായിട്ട് അന്ന് ആഘോഷിക്കുന്നില്ല? ഇനി രണ്ടാമത്തേത്, ചിങ്ങം എന്ന് പറയുന്നത് മലയാള മാസം ആരംഭമാണ്. അന്ന് ചിങ്ങമാസം 1 എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ആഘോഷമായിട്ട് ആഘോഷിക്കുന്നില്ല. ഓണം, തിരുവോണം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു നാൾ തന്നെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഒരു മഹാബലിയെ ചിത്രീകരിച്ചുകൊണ്ട് ഇത്ര വലിയൊരു ഫെസ്റ്റിവലായിട്ട് അത് ആഘോഷിക്കണമെന്ന് നിർബന്ധം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു ക്രൈസ്തവ ആശയത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമല്ല. പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇങ്ങനെ ഒരു കാര്യം ജനത്തിന്റെ മേൽ വന്ന് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇനി ഓണസദ്യ കഴിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ പറയുന്നതല്ല, ഇത് ഹൈന്ദവ പുരോഹിതർ തന്നെ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. തിരുവോണം ദിവസം ഭഗവാൻ അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായിട്ട് മഹാവിഷ്ണു വാമനനായി അവതരിച്ച ദിവസം. അപ്പൊ ശരിക്കും വാമന അവതാരമാണ് തിരുവോണം. വിഷ്ണു ക്ഷേത്രങ്ങളില് തിരുവോണോട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെ കാലമായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾ ചെയ്തു വരുന്ന ഒരു വഴിപാടാണ്. എന്നുവെച്ചാൽ അതിഥിക്ക് പുത്രനായി ഭഗവാൻ വന്ന് അതിഥിയുടെ കുട്ടികളുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു കൊടുത്തു. നമുക്കും സന്തതിയില്ലാത്തവര് വിഷ്ണു ക്ഷേത്രങ്ങളിൽ തിരുവോണോട്ട് നടത്തി കുട്ടികൾക്ക് സദ്യയും പായസവും കൊടുക്കും. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വഴിപാടാണ് കേരളത്തിൽ പ്രത്യേകിച്ച്. പിന്നെ മഹാബലി എങ്ങനെയാ കേരളം വാണുവെന്നും കേരളത്തില് ആയിരുന്നു അദ്ദേഹം വാമനമൂർത്തി വന്ന് അദ്ദേഹം ഓടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ശരിയാവുക? വാമനാവതാരം കഴിഞ്ഞിട്ടല്ലേ പരശുരാമാവതാരം. അപ്പൊ പരശുരാമാവതാരത്തിലല്ലേ കേരളം വീണ്ടെടുത്തുന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ ഈ വാമനാവതാരത്തിൽ കേരളം വരണം എങ്ങനെയാ?
അതായത് തിരുവോണ ദിവസം മക്കളില്ലാത്ത ദമ്പതികൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി അവിടെ സദ്യ വെച്ച് ഊട്ടുനേർച്ചയായി അനാഥരായ കുഞ്ഞുങ്ങൾക്ക് നൽകിയാൽ അവർക്ക് മക്കളുണ്ടാകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മക്കളില്ലാത്ത ദമ്പതികൾ പുത്രസൗഭാഗ്യത്തിന് വേണ്ടിയാണ് ഊട്ടുനേർച്ച സദ്യ ഇവിടെ നടത്തിയിരുന്നത്. പ്രധാനമായും തൃക്കാക്കര ക്ഷേത്രം സദ്യക്ക് വളരെ പ്രസിദ്ധമാണ്. ഈ ഊട്ടുനേർച്ചയാണ് പുറത്തേക്ക് സ്പ്രെഡായി നമ്മുടെ നാട്ടിൽ പട്ടം താണുള്ള സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ സദ്യ വട്ടങ്ങളൊക്കെ ഒരുക്കി ആഘോഷിക്കുക എന്ന് പറയുന്ന രീതിയിൽ ഓണസദ്യയായിട്ട് അത് മാറിയത്. ഓണസദ്യ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈന്ദവപരമായിട്ടുള്ള ഒരു ആശയം തന്നെയാണ്. അതിൻ്റെ പുറത്തൊരു വർണ്ണക്കടലാസിട്ട് പൊതിഞ്ഞതിന് ശേഷം ഇത് ദേശീയ ഉത്സവമാണ്, ഇത് സാംസ്കാരിക ഉത്സവമാണ്, നമുക്ക് ആഘോഷിക്കുന്നത് തെറ്റില്ല എന്ന് പറയുന്നത് ആരാണ്? ഇത് ആഘോഷിക്കാൻ മുട്ടി നിൽക്കുന്ന കുറേ അധികം പേര് നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് ഇതൊന്നും തെറ്റല്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ കിടക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ളൊരു ചരിത്രമുണ്ട്. അതിനെ സംബന്ധിച്ച് നോക്കിയാൽ ഇത് തെറ്റ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? ഓണാഘോഷവും ഉദയംപേരൂർ സുനഹദോസും അത്തപ്പൂക്കളവും ഒക്കെ എന്താണ് പറയുന്നത് കൂടി ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ബ്രിട്ടീഷ് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ തന്നെ 1729 മറ്റോ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ജോൺ ഫോബ്സ് ഉണ്ട്. അയാളുടെ ഇൻഡിക് മെമ്മോയർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം അന്നത്തെ കാലത്തെ ഓണത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് ഈ 1599 ഉദയംപേരൂർ സുന്നഹദോസ് വരുന്നത്. അതിനുശേഷമാണ് ക്രിസ്ത്യൻ സമൂഹം ഈ ഹിന്ദു ആഘോഷങ്ങളിൽ നിന്ന് വിട്ടേക്കാൻ തുടങ്ങുന്നത്. അതിനുമുമ്പ് എല്ലാവരും കൂടി ആഘോഷിച്ചിരുന്ന ഒരു ചടങ്ങാണ്. അത് വൈഷ്ണവ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് ബ്രിട്ടീഷ് റെക്കോർഡ്സിൽ പറയുന്നുണ്ട്. നമ്മുടെ ഓണത്തിലാണെങ്കിൽ തൃക്കാരപ്പനെ വെക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ഓണപ്പൂക്കളത്തിന് നടുക്ക് നമ്മൾ വെക്കുന്ന തൃക്കാരപ്പനെയാണ്. തൃക്കാരപ്പൻ എന്ന് പറഞ്ഞാൽ തൃക്കാക്കര ക്ഷേത്രത്തിലെ വാമനമൂർത്തി. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പൂക്കളം ഉള്ളത്. പൂക്കളം എന്നുള്ളത് മഹാബലിയെ സ്വീകരിക്കാനല്ല, യഥാർത്ഥത്തിൽ അതൊരു വൈഷ്ണവ ആരാധനാ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. പൂക്കളത്തിന്റെ നടുക്ക് നമ്മൾ വെക്കുന്ന തൃക്കാരപ്പൻ. ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് പോയിന്റ് ചെയ്ത് നോക്കാം. ഓണാഘോഷം എന്നതൊരു ഹൈന്ദവ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് ഉദയംപേരൂർ സുനഹദോസിൽ പറയുന്നുണ്ട്. ഇതിനുശേഷം ഹൈന്ദവ ആഘോഷമായ ഓണത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹം വിട്ടു നിൽക്കുവാൻ തുടങ്ങിയത് ഈ ഉദയംപേരൂർ സുനഹദോസിന് ശേഷമാണ്. ബ്രിട്ടീഷ് റെക്കോർഡ്സ് പറയുന്നത് ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആരാധന തന്നെയാണ് എന്നാണ്. പൂക്കളം ഇടുന്നത് എന്ന് പറയുന്നതും ഒരു വൈഷ്ണവ ആരാധനയുടെ, ഒരു ഹൈന്ദവ ആരാധനയുടെ ഭാഗമായിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോണം, ഇതൊന്നും എൻ്റെ വാക്കുകളേ അല്ല. ഓണത്തോടനുബന്ധിച്ചുള്ള മറ്റൊന്നാണ് തിരുവാതിരകൾ. പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ പാർവതി നടത്തിയ തപസ്സും ശേഷം പരമശിവൻ സമ്മതം മൂളിയതും പാർവതിയുടെ സന്തോഷ പ്രകടനവുമൊക്കെ ഇതിവൃത്തമാക്കിയതാണ് തിരുവാതിരകളി. തിരുവാതിരകളിയിലെ പാട്ടുകളെല്ലാം തന്നെയും ശിവപാർവതിമാരെ സ്തുതിക്കുന്ന കീർത്തനങ്ങളാണ്. ഒരു തരത്തിൽ ശിവപാർവതിമാർക്കുള്ള ആരാധനാ ഗീതങ്ങളാണ്. ഈ പാട്ടുകൾക്ക് ചുവട് വെച്ചുകൊണ്ട് ആരാധന സമർപ്പിക്കുന്നതാണ് തിരുവാതിരകളി. വിവാഹം നടക്കുന്നതിനും നല്ല ഭർത്താവിന് ലഭിക്കുന്നതിനും ഹൈന്ദവ സ്ത്രീകൾ വ്രതമെടുത്ത് ശിവപാർവതിമാർക്ക് നൽകുന്ന ആരാധനയാണ് തിരുവാതിരകളി. നമ്മളുടെ ദേവാലയങ്ങളുടെ അരികിലും ചില കന്യാസ്ത്രീ മഠങ്ങളിലും ക്രൈസ്തവ ഭവനങ്ങളിലും വരെ ഇത് അർത്ഥമറിയാതെ ആഘോഷിക്കുന്നവരുണ്ട്. ഇനി ഏറ്റവും അവസാനത്തേതായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഇത് ക്രിസ്ത്യാനികൾക്ക് ആഘോഷിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂതോച്ചാരണത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള കേരളത്തിലെ ഒരു വൈദികന്റെ വാക്കുകൾ തന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. നമ്മൾ ഈ നാടുകളിൽ മഹാബലിയെ വരവേൽക്കാനായിട്ടുള്ള ആഘോഷമാണ് ഓണത്തിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണസദ്യ ഒരുക്കുന്നത്, അതിന്റെ സന്തോഷമാണ് മഹാബലി കടന്നു വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു വെറും സാംസ്കാരിക മാത്രമായ ഒരു കാര്യമാണ് നമ്മൾ കരുതരുത്. ഓണാഘോഷത്തെ പറ്റി പരാമർശിക്കുമ്പോൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ന്യായവാദം, അത് വേറെ ഒരു വിളവെടുപ്പ് ഉത്സവമല്ലേ, അതിന് ഇത്ര ഒരു ആത്മീയമായ പരിവേഷത്തിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഓണത്തിന്റെ കേന്ദ്ര കഥാപാത്രം വിളവെടുപ്പല്ല, കച്ചവടമല്ല, മറിച്ച് മഹാബലി എന്ന് പറയുന്ന ഒരു സാന്നിധ്യമാണ്, ഒരു അരൂപിയാണ്, ഒരു പുരാണ കഥാപാത്രമാണ്. യഥാർത്ഥത്തിൽ ഓണത്തിന്റെ ചങ്കായിട്ട് നിൽക്കുന്ന പുരാണ കഥാപാത്രം വാമനനാണ്, മഹാബലി അല്ല എന്നുള്ളതാണ് പുരാണ മനസ്സിന്റെ യാഥാർത്ഥ്യം. മാലാഖമാരെന്ന് പിശാചുക്കൾ എന്ന് പറയുന്ന പോലെ കാഴ്ചപ്പാടില് ദേവന്മാരും അസുരന്മാരും. അപ്പൊ അങ്ങനെ അസുരന്മാരിൽ അല്ലെ പൈശാചിക മേഖലയിലുള്ള ഒരു വ്യക്തി രാജാവായിട്ട് ഭരിക്കുന്നു. ആ വ്യക്തി ഭരിക്കുന്നത് കേരളത്തിലാണെന്നാണ് പറയുന്നത്. തിന്മയെ ഇല്ലെന്നാക്കാനായിട്ടാണ് വാമനൻ കണ്ട് അവതരിച്ച് രാജാവിനെ ചവിട്ടി താഴ്ത്ത തിന്മയെ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് ഈ ഓണാഘോഷത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ പുരാണ സംഭവം വാമന ജയന്തിയാണ്, അല്ലെങ്കിൽ മഹാബലി ചവിട്ടി താഴ്ത്തതിന്റെ ആഘോഷമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഓണാഘോഷമായിട്ട് ചേരാതെ വരും. നമ്മൾ ചവിട്ടി താഴ്ത്തിയ പൈശാചിക അസുരനായ മഹാബലിയെ തിരിച്ച് സ്വീകരിക്കുന്നതിന്റെ ആഘോഷം ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ ഈ ഒരു ഓണാഘോഷത്തിന്റെ പുറകെ. സമയക്കുറവ് മൂലം എനിക്ക് ഈ വീഡിയോ മുഴുവൻ പ്ലേ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് ഓണം എന്ന് പറയുന്ന ആഘോഷവും മഹാബലി എന്ന് പറയുന്ന അസുരനെയും എല്ലാം കൃത്യമായി അച്ഛൻ പോയിന്റ് ചെയ്യുന്നുണ്ട്. സാധിക്കുന്നവരെല്ലാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നത്, എനിക്കറിയാവുന്ന ഒരു മെജോറിറ്റി ആയിട്ടുള്ള ധ്യാന ഗുരുക്കന്മാർ ആരും തന്നെയും ഇത് ആഘോഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ധ്യാന ഗുരുക്കന്മാരായ ദൈവവചനത്തോട് ഒട്ടി നിൽക്കുന്ന വൈദികർ ഇത് ആഘോഷിക്കാത്തത് എന്ന ചിന്തയിൽ നിന്നാണ് എൻ്റെ ആദ്യത്തെ അന്വേഷണം ഞാൻ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ തോന്നാം, എൻ്റെ പള്ളിയിൽ എൻ്റെ അച്ഛൻ ആഘോഷിക്കുന്നുണ്ട്, എൻ്റെ മഠങ്ങൾ എൻ്റെ കന്യാ
കന്യാസ്ത്രീകൾ ആഘോഷിക്കുന്നുണ്ട്. ഇതൊരിക്കലും നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സ്വന്തമായി അന്വേഷിച്ച് ഇതിൻ്റെ പിന്നാമ്പുറവും ചരിത്രവും പുരാണങ്ങളും ഐതിഹ്യവും ഒക്കെയും മനസ്സിലാക്കി നമ്മൾക്ക് തന്നെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്കൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിടയിൽ ഒരു തർക്കം മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കും. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 2-ാം തിരുവചനം, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. അച്ഛൻ ആഘോഷിക്കും, കന്യാസ്ത്രീ ആഘോഷിക്കും, ആരൊക്കെയോ ചുറ്റുമുള്ളവരൊക്കെ ആഘോഷിക്കും, പക്ഷേ ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഇത് ആഘോഷിക്കണമെന്നോ ആഘോഷിക്കേണ്ട എന്നോ ഞാൻ ആരോടും പറയുന്നില്ല. കാരണം ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. 9 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ ആദ്യത്തെ അന്വേഷണം ആരംഭിച്ചത്. അന്നു മുതൽ ഞാൻ ഓണം ആഘോഷിക്കാറില്ല. എൻ്റെ തീരുമാനം ഞാൻ ആഘോഷിക്കുന്നില്ല എന്നതിനെക്കുറിച്ചുള്ളതാണ്. എൻ്റെ ജീവിത പങ്കാളിയും ആഘോഷിക്കാറില്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കാമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്, ആഘോഷിക്കാത്ത ക്രിസ്ത്യാനികളുമുണ്ട്. അത് എൻ്റെ വിഷയമല്ല. ഇത് എന്താണ് എന്ന് മനസ്സിലാക്കി സ്വന്തമായൊരു നിഗമനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം കാണുന്നത് ആത്മീയമായിട്ടായിരിക്കും. ചുരുക്കത്തിൽ ആത്മീയമായി വളരുമ്പോൾ ആഘോഷങ്ങൾ കുറയും. നമ്മുടെ കത്തോലിക്ക സഭ 3 സഭകളെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്: സഹനസഭ, വിജയസഭ, സമരസഭ. സഹനസഭ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് പറയുന്നതാണ്. അവരിപ്പോൾ ഒരു ശുദ്ധീകരണ സഹനത്തിലാണ്. വിജയസഭ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള വിശുദ്ധരെ കുറിച്ച് പറയുന്നതാണ്. അവർ ഈ ലോകത്തിലെ ആത്മീയ യുദ്ധം വിജയിച്ചവരാണ്. ഇനി ഒരു സമരസഭ എന്ന് പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഭൂമിയിൽ ഇവിടെയായിരിക്കുന്ന നമ്മുടെ മേഖലയെ കാണിക്കുന്നതാണ്. ഈ സമരസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഒരു സമരത്തിലാണ്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തെ, ഒരു ആത്മീയ യുദ്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ സമരസഭ എന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന ആത്മീയ ഗുരുക്കന്മാർ എല്ലാവരും തന്നെയും ഇങ്ങനെയുള്ള ഒരു ആത്മീയ പോരാട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇതുപോലൊരു കെട്ടുകഥയിൽ വിശ്വസിച്ച് വ്യർത്ഥമായ ഒരു ആഘോഷത്തിൽ പങ്കുചേരുവാൻ അവർക്ക് സമയമില്ല. എനിക്ക് മുമ്പ് മരിച്ചുപോയ പല വിശുദ്ധരും ഇത്തരത്തിൽ ആത്മീയ യുദ്ധങ്ങളിൽ ഏർപ്പെട്ട് സ്വർഗത്തിൽ വിശുദ്ധരായി തീർന്ന ആളുകളാണ്. ഇങ്ങനെ ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മീയ മനുഷ്യൻ ഇത് ആഘോഷിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇനി ഇത് ആഘോഷിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വ്യക്തി താല്പര്യം മാത്രമാണ്. ആഘോഷിക്കാം, ആഘോഷിക്കാതിരിക്കാം, പക്ഷേ എല്ലാത്തിനും ഒരു കണക്ക് അങ്ങുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകം 11-ാം അധ്യായം 9-ാം തിരുവചനം, യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക, യൗവനത്തിൻ്റെ നാളുകൾ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക, എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. ആഘോഷിക്കുന്നവർ ആഘോഷിക്കും, പക്ഷേ ഇതിൻ്റെ പിന്നിലെ മറ്റൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ നാമത്തിൽ 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലമുണ്ട് എന്ന് മത്തായിയുടെ സുവിശേഷം 10:42 പറയുന്നുണ്ട്. അതിനർത്ഥം 1 ഗ്ലാസ് വെള്ളത്തിന് പോലും സ്വർഗത്തിൽ അങ്ങ് കണക്കുണ്ട് എങ്കിൽ അത് നന്മയായാലും തിന്മയായാലും പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊരു ആഘോഷത്തിന് പിന്നാലെ പോയാൽ ഇതിനുശേഷവും നമുക്കൊരു പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത്. ഒന്നെങ്കിൽ നമുക്ക് മരണശേഷം ഒരു ശുദ്ധീകരണം ഉണ്ടായിരിക്കാം, അല്ലായെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നതിന് വേണ്ടി ദൈവം നമ്മളെ നിയോഗിക്കുന്നുണ്ടാകാം. എന്തു തന്നെയായാലും ആത്മാവിന്റെ ശുദ്ധീകരണം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ സ്വർഗപ്രവേശനം നമുക്ക് ആർക്കും സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയ്യോ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിയാനും നമ്മൾക്ക് പറ്റില്ല. കാരണം ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം തിരുവചനം, കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്, അവൻ തൻ്റെ തെറ്റിന് ഉത്തരവാദി ആയിരിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം തിരുവചനം, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും അന്തിമ വിധി നാളിൽ നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിന് പോലും അവിടെ കണക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യർത്ഥമായൊരു ആഘോഷത്തിന് കണക്ക് ചോദിക്കാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് എന്തിന്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അന്തിമ വിധി നാളിൽ തമ്പുരാനെ നമ്മൾ കണക്ക് ബോധിപ്പിക്കണം. ഈ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് സ്വർഗത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധി ഏറ്റവും അധികമുള്ള, അല്ലെങ്കിൽ നമ്മൾ നാളെ ഒരു സ്വർഗീയ ദൂതനായി മാറേണ്ട ഒരു സ്റ്റേജിലേക്ക് ഒരു പ്രമോഷനാണ് നമ്മൾക്ക് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മരണശേഷം നൽകുന്ന തനതു വിധിയും ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം സഭ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് അമിത്ഷാ വാമന ജയന്തി ആശംസകൾ എന്ന് പറഞ്ഞതിന് കേരളത്തിൽ നിന്ന് വലിയ പ്രക്ഷോഭങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടായി. സത്യത്തിൽ ഹിന്ദുക്കൾക്ക് അറിയാം വാമന ജയന്തി തന്നെയാണ് ഓണം എന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെയാണ് അവർ മുൻപിലേക്ക് നിർത്തുന്നത്. പക്ഷേ മാവേലി എന്ന് പറയുന്നത് ഒരു അസുരനാണ് എന്ന് ഹിന്ദുക്കൾ തന്നെയാണ് അത് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പിശാചാണ്. ഇതറിയാതെയാണ് നമ്മളിലെ പല വ്യക്തികളും ഓണ ദിവസം ആ പിശാചിനെടുത്ത് ഞാൻ മാവേലിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഓണ ദിവസം സ്വന്തമായിട്ട്
അവരോധിച്ച് കൊണ്ടു നടക്കുന്നത്. ഹാലോവിന് പ്രേതരൂപങ്ങൾ കിട്ടുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞത് കത്തോലിക്ക സഭയാണ്. പക്ഷേ ഓണ ദിവസം മഹാബലി എന്ന പിശാചിന്റെ രൂപം കിട്ടുന്നത് തെറ്റാണ് എന്ന് പറയാൻ അതിന് ആർജവുമില്ല. മരണശേഷം ഇതിനൊക്കെയും ഒരു വിധി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നുപോകരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ആരംഭിക്കുക. ഒരിക്കലും ഒരു തീരുമാനം ചാടിക്കേറി എടുക്കരുത്. എങ്കിൽ പിന്നെ ആഘോഷിച്ചേക്കാം എന്ന് നിങ്ങൾ പറയണ്ട, എങ്കിൽ പിന്നെ ആഘോഷിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം മുഴുവനും നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നമ്മളായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുക. നമ്മളായിട്ട് തന്നെ അന്വേഷണം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഏത് റൂട്ടിലേക്കാണോ നമ്മളെ കൊണ്ടുപോകുന്നത് അവിടെ അതിനുള്ള ഒരു ഉത്തരവും നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇനി ഞാൻ ആഘോഷിക്കുന്നില്ല എന്ന എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം കൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ഹൈന്ദവ സുഹൃത്തുക്കൾക്കോ എൻ്റെ ഇസ്ലാം സുഹൃത്തുക്കൾക്കോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇന്നും ഓണം ആഘോഷിക്കുന്ന എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് സുഹൃത്തുക്കളായി തന്നെയുണ്ട്. ഞാൻ അവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ഇരിക്കുകയും അവരോടൊക്കെ നടക്കുകയും അവരോടൊപ്പം സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു വീഴ്ചയും ഒരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിന് പിന്നിലെ ആശയം എന്ന് പറയുന്നത് ഒരു തിന്മയാണ്. മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി കേരളം ഭരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഒരു മിത്തല്ലേ. മഹാബലി എന്ന് പറയുന്ന അസുരൻ കേരളം ഭരിച്ചിട്ടില്ല എന്ന് ഹൈന്ദവ പുരോഹിതർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ചുമ്മാ ഒരു കെട്ടുകഥയ്ക്ക് പിന്നാലെയല്ലേ നമ്മളെല്ലാം ഈ പായുന്നത്. ഒരു ക്രൈസ്തവന്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. അത്തരത്തിൽ ഒരു പ്രവൃത്തിയോ ഏതെങ്കിലും ഒരു ആഘോഷമോ നമ്മളെ നിത്യജീവനിൽ നിന്ന് മാറ്റുന്നതോ അകറ്റുന്നതോ ആണെങ്കിൽ അത് സൂക്ഷിച്ചുകൊള്ളുക എന്നേ എനിക്ക് പറയാനുള്ളൂ. നിത്യജീവിതത്തിലേക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ കാലിടറി വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾക്കൊരു കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഇന്ന് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടും. സംശയങ്ങൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അതിനുശേഷം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക. ഓണം ആഘോഷിക്കാമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. നിങ്ങൾക്ക് ഓണം ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ ചെയ്യാം. അതൊരിക്കലും എൻ്റെ വാക്കുകളുടെ പുറത്താകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ എപ്പോഴും നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് മാത്രമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓണ ദിവസം പാതാളത്തിൽ നിന്ന് മഹാബലി വരുമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിക്ക് യേശുവിൻ്റെ രണ്ടാം വരവിൽ വിശ്വസിക്കാൻ വൈമുഖ്യം അല്ലേ? പാതാളത്തിൽ നിന്ന് വീണ്ടും വരുമെന്ന് പറയുന്ന അസുരനെയല്ല, സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്ത യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുവിൻ. തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വീണ്ടും വരും. പക്ഷേ അതൊരു ഓണ ദിവസം ആകാതിരിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആവേ മരിയ. ഷാലോം അലൈക്കും.